ഞാൻ ഈ രാവിലെ തട്ടൊക്കെ ഇട്ട് എങ്ങോട്ടാണെന്നല്ലേ, വാ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ തൂക്ക് വിളക്ക് പോട്ട്. ദേ ഇത് കണ്ടോ, ദേ ഇത് കണ്ടോ. അപ്പൊ മുല്ലമുട്ടുമാല, പിച്ചിമാല, മാങ്ങാമല, നാഗവല്ലിയുടെ ചിലങ്ക എവിടെ? ദേ ഇതാണോ നാഗവല്ലിയുടെ ചിലങ്ക? ഇതൊന്നും അതല്ല, ഇതൊക്കെ എന്റെ പണിയായുധങ്ങളാ രാജാവേ എന്ന് പറയേണ്ടി വരും. ഇതൊക്കെ എന്റെ സ്വന്തം പണിയായുധങ്ങൾ. അപ്പൊ ഈ പണിയായുധങ്ങളും വാരിക്കെട്ടി ഞാനിതെങ്ങോട്ടാ നാട് വിട്ടു പോകുകയാണോ എന്നാണോ ചിന്തിക്കുന്നത്? അല്ല, ഇതിനെ കൊണ്ട് കുറച്ച് പണിയുണ്ട്. അത് നമ്മുടെ പിന്നാമ്പുറത്തെ നടക്കുകയുള്ളൂ. ഇനി ഇതിനെ നമുക്ക് പിന്നാമ്പുറത്ത് പേപ്പറൊക്കെ ഇട്ട് ഒന്ന് പ്രതിഷ്ഠിച്ച് കളയാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ ഇളക്കി മാറ്റാൻ പറ്റുന്ന സ്പാനിഷ് മോസിനെ ഒന്ന് ഇളക്കി മാറ്റാം. ഇനി ഇളക്കി മാറ്റാൻ പാടുള്ളത് അവിടെ തന്നെ ഇരുന്നോട്ടെ, വേറെ നഷ്ടമൊന്നുമില്ലല്ലോ. ഇനി ദേവന്മാരെയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ചപ്പും ചവറും ചെളിയും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊയ്ക്കോട്ടെ. അപ്പൊ നന്നായിട്ട് നമുക്ക് കഴുകി കളയാം. കഴുകി കളഞ്ഞിട്ട് അതിന്റെ ആ വെള്ളമൊക്കെ ഒന്ന് പോകുന്നവരെ കുറച്ച് നേരം നമുക്കൊന്ന് ക്ഷമിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു സാൻഡ് പേപ്പർ എടുത്ത് ഒരു ദാക്ഷിണ്യവുമില്ല എല്ലാത്തിൻ്റെ പുറത്ത് ഉള്ള ദേഷ്യം ഒക്കെ തിരുത്തക്ക രീതിയിൽ നമുക്കൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നെറോലാക്കിന്റെ വാട്ടർ എമൽഷൻ പെയിന്റ് ആണ്. കുറച്ച് നേരത്തിന് ശേഷം നാലിലൊന്ന് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിന് സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അവന്മാരെയൊക്കെ ചെറുതായൊന്ന് ബ്രൂട്ടീഷൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് കാരണവന്മാരായിട്ട് പുറകെ നല്ല സൗന്ദര്യമൊക്കെ ഉള്ളതാണെന്ന് പറയുമെങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊന്ന് ബ്രൂട്ടീഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ നമ്മുടെ പായലെവിടെ പൂപ്പലെവിടെ എന്നുള്ള പരസ്യം ഒക്കെ യാഥാർത്ഥ്യമാണോ എന്ന് നോക്കണ്ടേ. ഇതുപോലെ നമുക്ക് പെയിന്റൊക്കെ അടിച്ചൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ പരസ്യമൊക്കെ ചുമ്മാ പറയുന്നതാണെന്ന് നമുക്ക് ഇതൊന്നും മനസ്സിലാവും. വീണ്ടും വീണ്ടും നമ്മൾ വർഷാവർഷം പെയിന്റ് അടിക്കേണ്ടി എന്തായാലും വരും. അപ്പോൾ ഇതുപോലെ പെയിന്റൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനായിട്ടുണ്ട്. സത്യത്തിൽ ഇതിനെ നമുക്ക് പെയിന്റ് അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഒരു വഴിക്ക് പോണതല്ലേ, ഇരിക്കട്ടെ. അപ്പോൾ പെയിന്റൊക്കെ അടിച്ച് ഇതിനെ ഇതുപോലെ ഒന്ന് ഉണങ്ങാൻ വെക്കുക. ഫൈനൽ ടച്ചിലേക്ക് പോകാം. സ്പാനിഷ് മോസിനെ നമ്മുടെ യഥാസ്ഥലത്തേക്ക് നമുക്ക് പ്രതിഷ്ഠിക്കാം. അതിനുശേഷം അതിന്റെ ലുക്ക് തന്നെ ഒന്ന് മാറിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ബ്രിട്ടീഷിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നമ്മുടെ സ്പാനിഷ് മോസൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ പനങ്കല പോലെ കിടക്കുന്ന സ്പാനിഷ് മോസ് എങ്ങനെയുണ്ട്? നല്ല മൊഞ്ചായിട്ടില്ലേ?